ഞാനിപ്പോൾ ഉള്ളത് ചെല്ലാനത്താണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന നമ്മുടെ വീടാണ്. അപ്പോൾ വീട് പണി പൂർത്തിയായിട്ടില്ല. അപ്പോൾ വീട് പണിയൊക്കെ പൂർത്തിയായിട്ട് നിങ്ങളെ ആയിട്ട് വീട് പണി കഴിഞ്ഞ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വീഡിയോ ആണ്. എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു ബർത്ത്ഡേ, ചേർത്തല വെച്ചിട്ടായിരുന്നു. അവിടെ ഒരു ഫംഗ്ഷന് പോയതാണ്. എൻ്റെ ചിറ്റയുടെ വീടാണ്. അപ്പോൾ ചിറ്റയും മക്കളും പറഞ്ഞു ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഫുഡൊക്കെ തയ്യാറാക്കിയിട്ട് ബർത്ത്ഡേ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിൽ ഫുഡൊക്കെ തയ്യാറാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അമ്മയും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയാണ് ഫുഡൊക്കെ തയ്യാറാക്കിയത്. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്ക് ഒരു അപ്രതീക്ഷിതമായിട്ടൊരു സർപ്രൈസ് ഒരു ഗിഫ്റ്റ് കിട്ടി. എൻ്റെ അച്ഛൻ്റെ വകയിലുള്ള ഒരു ആൻറ്റിയും ഫാമിലിയും തൃശ്ശൂരായിരുന്നു അവർ കുറേ നാൾ മുമ്പ്. ഇപ്പോൾ അവർ ചേർത്തലയിലാണ്, എൻ്റെ ചിറ്റയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സെറ്റിൽഡായിരിക്കുന്നത്. അപ്പോൾ ചിറ്റയുടെ വീട്ടിൽ ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആൻറ്റി ഞങ്ങളെ കാണാൻ വേണ്ടി എന്നെയും ഏട്ടനെയും അമ്മേനെയൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ആൻറ്റീനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് നേരം സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആൻറ്റി അവിടെ ചിറ്റയുടെ വീട്ടിൽ വന്നപ്പോഴാണ് എൻ്റെ ബർത്ത്ഡേ എന്ന് അറിഞ്ഞത്. അപ്പോൾ ആൻറ്റി പോയിട്ട് വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വൈകുന്നേരം വന്നപ്പോൾ എനിക്കൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നത്. ഡ്രസ്സായിരുന്നു ഗിഫ്റ്റ് തന്നത് ആൻറ്റി. അപ്പോൾ ആ ഗിഫ്റ്റൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് എനിക്കങ്ങനെ അപ്രതീക്ഷിതമായിട്ട് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ സർപ്രൈസായിട്ട് ആരെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റൊക്കെ തരുന്നത് ഒക്കെ കിട്ടുന്നതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതൊരു മുട്ടുസൂചിയാണെങ്കിൽ പോലും, ഒരുപാട് വില പിടിച്ച ഗിഫ്റ്റിനേക്കാളും ഒരു മുട്ടുസൂചിയാണെങ്കിൽ പോലും നമുക്കത് കിട്ടുമ്പോൾ അത് ഒരുപാട് സന്തോഷം തോന്നിയാണ്. ചില ഡ്രസ്സൊക്കെ എനിക്ക് ഇടാനായിട്ട് ചമ്മലും മടിയൊക്കെയാണ്. എൻ്റെ ശരീരപ്രകൃതി അനുസരിച്ചിട്ട് മെലിഞ്ഞ ശരീരമല്ലേ, അപ്പോൾ എനിക്കതൊക്കെ ഇടുമ്പോൾ ആരെങ്കിലും കളിയാക്കോ ഒന്നും കൂടി ക്ഷീണിച്ച് മെലിഞ്ഞിരിക്കണ പോലെ തോന്നുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കല്യാണത്തിന് മുമ്പ് ഞാൻ അങ്ങനെ മോഡൽ ഡ്രസ്സൊന്നും ഇടാറുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഞാൻ കൂടുതലും കുറച്ചും കൂടി മോഡലായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടാൻ തുടങ്ങിയത്. ഏട്ടനാണ് അതിനുള്ള സപ്പോർട്ട് എനിക്ക് തന്നത്. നീ എന്തിനാ ആൾക്കാരുടെ കേൾക്കുന്നത്, നിന്നെ ഞാനല്ലേ നോക്കുന്നത്, എൻ്റെ കൂടെയല്ലേ ഉള്ളത്, അപ്പോൾ ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, കാര്യം അതൊക്കെ മൈൻഡ് ചെയ്യാൻ നിന്നാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ എന്താണ് ധരിക്കേണ്ടത് എന്നുള്ളത്. ഏട്ടനെ നിർബന്ധം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, എന്ത് ഡ്രസ്സായാലും കുഴപ്പമില്ല, പക്ഷേ മാന്യമായിട്ടുള്ള രീതിയിലായിരിക്കണമെന്ന് മാത്രമേ ഒരു നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടനറിയാം ഞാനങ്ങനെ മര്യാദയില്ലാതെ മാന്യതയില്ലാത്ത ഡ്രസ്സൊന്നും ധരിക്കില്ല എന്നറിയാം. മാന്യമായിട്ടുള്ള ഡ്രസ്സ് തന്നെ ധരിക്കുള്ളൂ എന്ന് ഏട്ടനെ അറിയാം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അങ്ങനെയാണ്. ജീൻസും ടോപ്പൊന്നും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല, കൂടുതലും ചുരിദാർ തന്നെയായിരുന്നു ഉപയോഗിക്കണുണ്ടായിരുന്നത്. കല്യാണത്തിന് മുമ്പ് 1-2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ജീൻസും ടോപ്പും. പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം മേടിച്ചിട്ടുമില്ല, ഉപയോഗിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഏട്ടനറിയാണ്ട് തന്നെ ഞാൻ ഏട്ടന് ഒരു സർപ്രൈസ് കൊടുക്കാന്നുള്ള രീതിയിൽ ഏട്ടന് പാൻറ്റ് മേടിക്കണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടനായിട്ട് പോയി വാങ്ങാറൊന്നുമില്ല. അപ്പോൾ ഏട്ടന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ തന്നെയാണ് സെലക്ട് ചെയ്ത് മേടിച്ച് കൊടുക്കാറൊക്കെ ഉള്ളത്. അപ്പോൾ പൈസ തരും, ഞാൻ പോയി നോക്കിയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പാൻറ്റ് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് നിൽക്കണ കൂട്ടത്തിലാണ് ചേച്ചി, എന്നെ കസിൻ സിസ്റ്റർ, ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ഒരു ഷോപ്പിങ്ങിന് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോകണം, ഒരു ഷോപ്പിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചേച്ചിക്ക് കൂട്ടായിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാനും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഏട്ടന് പാൻറ്റും മേടിച്ചു. അപ്പോൾ എനിക്കൊരു ടോപ്പും ഒരു ജീൻസും ഓഫർ വന്നപ്പോൾ അങ്ങനെ ഓഫറിൽ മേടിച്ചതാണ്.
അപ്പോൾ ഇതുവരെ ആളെ കാണിച്ചിട്ടില്ല, ഏട്ടനെ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് കാണിക്കുമ്പോൾ എന്തായിരിക്കും പറയാമെന്ന് അറിയില്ല. അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് ഇടാവുന്ന രീതിയിലാണ് ഞാൻ മേടിച്ചത്. പക്ഷേ അന്ന് ഞാൻ ചേർത്തലയിലായതുകൊണ്ട് അത് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും പരിപാടിയോ ഫങ്ഷനോ ഒക്കെ വരുമ്പോൾ ഇട്ട് പോകാം എന്നുള്ള രീതിയിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ കൂടുതലും ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനിപ്പോൾ ഇട്ട് നോക്കണം എങ്ങനെയായിരിക്കും മാച്ച് ആവുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ ഇനി ഏതെങ്കിലുമൊക്കെ വീഡിയോയിലൊക്കെ ഡ്രസ്സ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കാണിക്കാം. കൂടുതലും വീഡിയോ എടുക്കാനായിട്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് എടുക്കുന്നതുകൊണ്ടാണ് കൂടുതലും വീഡിയോസിലൊക്കെ പുറത്തോട്ട് പോകുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ കൂടുതലും വീഡിയോസിലൊക്കെ വീട്ടിൽ തന്നെ ഇട്ട് നിൽക്കാൻ, വീട്ടിൽ തന്നെ ആണ് ഞാൻ കൂടുതലും വീട്ടിലിരുന്നാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ ഇടുന്ന ഡ്രസ്സിലാണ് കൂടുതലും വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക, പുറത്തോട്ടൊക്കെ ഇട്ട് പോകുന്ന ഡ്രസ്സൊന്നും കാണാത്തതും ഒക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഏട്ടനെ കൊണ്ട് വീഡിയോ എടുക്കണമെന്നുണ്ട്. കാര്യം പുറത്തോട്ട് പോയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഏട്ടന് ഫ്രീ ആവുന്ന ടൈമിൽ എടുക്കാമെന്നുള്ള വിചാരിക്കുകയാണ്. കല്യാണത്തിന് മുമ്പേ ഞാൻ എൻ്റെ വീട്ടിലുള്ളപ്പോൾ സാധാരണ രീതിയിലുള്ള ചുരിദാറും സിമ്പിളായിട്ടാണ് പുറത്തോട്ടൊക്കെ എവിടെയെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകാറുണ്ടായിരുന്നു. വലിയ മേക്കപ്പോ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് തന്നെ റെഡിയായി പോകാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയും റിലേറ്റീവും അനിയത്തിയൊക്കെ പറയാറുണ്ട്, നീ ഒരു പഴഞ്ചൻ ലുക്കിലാണ് ഇപ്പോഴും നടക്കണേന്നൊക്കെ ഉള്ളത്. ഞാനതൊന്നും കാര്യമാക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ മെലിഞ്ഞൊരു ശരീരപ്രകൃതി ആയതുകൊണ്ട് കുറച്ച് മോഡൽ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എന്തെങ്കിലും കളിയാക്കോ എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു ടെൻഷനും ആ ഒരു മാനസികാവസ്ഥയായിരുന്നു, ആ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം ഏട്ടൻ്റെ ഒരു സപ്പോർട്ട് കൂടി ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ എന്താ പറയുക, ആ ഒരു ടെൻഷനും വിഷമവും പ്രയാസമൊക്കെ മാറിക്കിട്ടി. ഇപ്പോൾ ഏട്ടൻ്റെ സപ്പോർട്ടും പിന്നെ ഏട്ടൻ്റെ അമ്മയുടെ ഒരു ഇഷ്ടപ്രകാരം, എൻ്റെ അമ്മായിമ്മയുടെ ഒരു താല്പര്യപ്രകാരം ഇപ്പോൾ കുറച്ചും കൂടി മോഡൽസും കുറച്ചും കൂടി കളർഫുള്ളും ലുക്കൊക്കെ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കാൻ തുടങ്ങി. അപ്പോൾ കൂടുതലും സാരിയൊന്നും ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. സാരിയോടേക്കാളും കൂടുതലും ചുരിദാറാണ് എനിക്കിഷ്ടവും താല്പര്യവും. സാരി ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടി ക്ഷീണിച്ചിരിക്കാം, മെലിഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്ന ഒരു വിചാരമായിരുന്നു. അതുകൊണ്ട് സാരിയൊന്നും അങ്ങനെ അധികം ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല. പിന്നെ ബ്യൂട്ടി പാർലറിലൊന്നും അങ്ങനെ പോവാറില്ല. ബ്യൂട്ടി പാർലറിൽ പോകുന്നത് എനിക്ക് ഇഷ്ടവും താല്പര്യമില്ല. ഏട്ടനാണെങ്കിലും ബ്യൂട്ടി പാർലറിൽ പോകുന്നത് അത്രയും താല്പര്യമുള്ള കൂട്ടത്തിലൊന്നല്ല. ഏട്ടൻ പറയാറുണ്ട്, നമുക്ക് ദൈവം തന്ന നാച്ചുറലായിട്ടുള്ള സൗന്ദര്യമാണ് നല്ലത്, അത് വെറുതെ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടി കുളമാക്കി വെക്കണ്ട എന്നുള്ളത് രീതിയിൽ അങ്ങനെ. അപ്പോൾ എനിക്കും ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ്. വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, സിമ്പിളായിട്ട് തന്നെയാണ് പോവാറ്. പിന്നെ ഡ്രസ്സിങ് രീതി മാത്രമാണ് ഇപ്പോൾ കുറച്ചും കൂടി നല്ല കളർഫുള്ളായിട്ടൊക്കെ റെഡിയായി ഇട്ടിട്ടും പോകുന്നത് എവിടെയെങ്കിലൊക്കെ. നമുക്ക് എല്ലാവർക്കും എല്ലാം കഴിവും ഭാഗ്യവും ദൈവം തരില്ല, എന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ മെലിഞ്ഞിരിക്കുന്ന ഒരു കുറവ്, അത് എൻ്റെ മനസ്സിൽ ആ ഒരു വിഷമം കല്യാണം കഴിഞ്ഞ ശേഷം ഏട്ടൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ആ ഒരു മെലിഞ്ഞിരിക്കുന്ന എന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും ഏട്ടനാണത് ആ ഒരു മൈൻഡ് മാറ്റി തന്നിരിക്കണത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം. എൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിൽ ഒരു സന്തോഷം തോന്നി. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത്. എനിക്ക് എൻ്റെ അമ്മ മേടിച്ചു തന്ന ടോപ്പും ആണ്. ഇതിന് കൈ ഇല്ലാത്തൊരു ടോപ്പാണ്. ഇതിൻ്റെ മീതെ ഒരു കോട്ട് വരുന്നതാണ്. ബട്ടൺസ്, 2 പോക്കറ്റൊക്കെ ആയിട്ട് കോളറുള്ള ഒരു കോട്ടാണ്. ഫുൾ സ്ലീവാണ് കൈ വരുന്നത്.
ഇതും കാണാൻ നല്ല ലുക്കാണ്. ഈ കോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് വേറെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയൊരു അടിപൊളി ടോപ്പാണ്. ഇത് കുറച്ച് എന്താ പറയുക, ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ടോപ്പായിട്ട് തോന്നുകയാണ്. എന്തെങ്കിലും ഫങ്ഷനോ പരിപാടിക്കൊക്കെ നല്ല കളർഫുള്ളായിട്ട് നല്ല ലുക്കായിട്ട് ഇട്ട് പോകാൻ പറ്റിയ ഒരു ടോപ്പാണ്. ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇടുന്ന ടോപ്പാണ് ഞാനും ചേച്ചിയും കൂടി പോയി എടുത്തിരിക്കുന്നത്. ഒരു നേവി ബ്ലൂ കരിനീല കളറാണ്. ചെറിയ പൂക്കളൊക്കെ ഫ്ലവേഴ്സായിട്ട് ഒരു പ്രിൻറ്റേഡ് വരുന്ന ഒരു മോഡലാണ്. ഫുൾ ബട്ടൺസാണ്. ഇവിടെ കഴുത്ത് വരുന്നത് കോളർ കഴുത്താണ്. ഫുൾ സ്ലീവ് കൈയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ജീൻസും എടുത്തിട്ടുണ്ട്. ജീൻസ് ഒരു ആഷ് കളർ ജീൻസാണ് വരുന്നത്. അപ്പോൾ ഇത് ഏട്ടനെ കാണിച്ചിട്ടില്ല, സർപ്രൈസായിട്ട് കാണിക്കാമെന്നുള്ള രീതിയിൽ വെച്ചിരിക്കുകയായിരുന്നു. അന്ന് ചേർത്തലയിലായതുകൊണ്ട് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് കാണിക്കണം. എന്തു പറയുമെന്ന് അറിയില്ല ചേട്ടൻ. അപ്പോൾ എന്തായാലും ഇത് ചേരുമെന്ന് തോന്നുന്നു. അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ല ലുക്കായിരിക്കും. വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അയൺ ചെയ്യാലോ ഇത്രയും ചുളുക്ക് കണ്ടത് മനസ്സിലായത്. അപ്പോൾ അയൺ ചെയ്തിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. കറണ്ട് പോയി. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇനി കറണ്ട് വന്ന വരെ ലൈറ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അനിയത്തി എടുത്തുന്നത്. എനിക്ക് ബ്ലൂ കളർ ഇഷ്ടമാണ്. ഇതാണ് അവളുടെ വക എടുത്തു തന്ന ടോപ്പ്, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. ഇത് മടക്കി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കുറച്ച് ചുളുക്ക് പോലെയൊക്കെ ഉണ്ട്. ഇതൊന്ന് ഷേപ്പ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഷേപ്പ് ചെയ്യാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കവറിലാക്കി മടക്കി വെച്ചതിൻ്റെ ചുളുക്കാണിത്. ഇത് ഒരു കോട്ടൺ മെറ്റീരിയലാണ്. സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ഫുൾ സ്ലീവാണ് ഇതിൻ്റെ കൈ വരുന്നത്. ഇതാണ് ആ ആൻറ്റി എടുത്ത് തന്ന ടോപ്പ്. ഒരു യെല്ലോ ഗോൾഡൻ കളറാണ്. എംബ്രോയിഡിങ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ 3 ബട്ടൺസ് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഫുൾ സ്ലീവാണ് കൈ വരുന്നത്. അപ്പോൾ ഇതും കുറച്ച് ചുളുക്കുണ്ട്. ഇത് ഞാൻ ചേർത്തലയിൽ നിന്ന് വന്നപ്പോൾ ബാഗിൽ മടക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഇതും കാണാൻ നല്ല ലുക്കാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ പാൻറ്റ് ഈ ഒരു ക്രീം കളറ് പാൻറ്റാണ് വരുന്നത്. ഞാനും ഏട്ടനും കൂടി ഷോപ്പിൽ പോയി ഏട്ടൻ സെലക്ട് ചെയ്തു തന്ന ചെരുപ്പാണിത്. ഒരു മുന്തിരി കളർ ഷെയ്ഡ് വരുന്ന ചെരുപ്പാണ്. കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഇവിടെ വന്നേ പിന്നെയാണ് കൂടുതലും ലുക്കായിട്ടുള്ളതും കൂടുതൽ കളർഫുള്ളായിട്ടുള്ളതും കുറച്ചും കൂടി മോഡലായിട്ടൊക്കെയുള്ള ഡ്രസ്സൊക്കെ ഇടാൻ തുടങ്ങിയത്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റും എൻ്റെ അമ്മായിയമ്മയ്ക്കാണ്, ഏട്ടൻ്റെ അമ്മയ്ക്കാണ്. ഏട്ടൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഞാൻ സിമ്പിളായിട്ട് എവിടെയെങ്കിലുമൊക്കെ റെഡിയായി പോകുമ്പോൾ അമ്മ പറയും കുറച്ചും കൂടി ലുക്കായിട്ടും കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ നിനക്ക് മാച്ച് ചെയ്യും, അതൊക്കെ ഇട്ടുകൂടെ, എപ്പോഴും നീ സാധാരണ രീതിയിൽ പോലെ എവിടെയെങ്കിലും ഫങ്ഷൻ എവിടെയെങ്കിലുമൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക നല്ല ടിപ്പ് ടോപ്പായിട്ടൊക്കെ പോകണം എന്നൊക്കെയുള്ളൊരു ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അമ്മ, ഏട്ടൻ്റെ അമ്മ. അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഞാൻ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ നല്ല ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റൈലായിട്ട് പോകണമെന്നുള്ള കാണണമെന്നുള്ള ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. അടിച്ചുപൊളി ജീവിതമോ അല്ലെങ്കിൽ വലിയ ആഡംബര ജീവിതമോ ഒന്നും അങ്ങനെയുള്ള ഒരു കൂട്ടത്തിലൊന്നല്ല ഏട്ടൻ. അപ്പോൾ ഏട്ടന് സാധാരണ ഒരു ജീവിതം, നമ്മുടെ പരിമിതികൾക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള ജീവിതവും അന്തരീക്ഷവും എന്താ പറയുക നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു പോകണം എന്നുള്ള ആ ഒരു രീതിയും കാഴ്ചപ്പാടാണ്. കൂടെ ഡ്രസ്സ് വാങ്ങുക, ഓരോ സാധനങ്ങൾ വാങ്ങുക, ഓരോ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി ഓരോന്നും വാങ്ങുക, അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല. എനിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ്. ഞാനൊരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് വളർന്ന കുട്ടിയാണ്. അപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയതും ഒക്കെ. അപ്പോൾ
അവരുടെ കഷ്ടപ്പാട് കണ്ടാണ് ഞാനും വളർന്നതും വളർന്നതും ജീവിച്ചതും ഒക്കെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എനിക്ക് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കൂടെയാണെങ്കിലും കൂടെ അവരെന്താണോ തരുന്നത് അത് മതി എനിക്കും. ഞാനായിട്ടൊന്നും ഇന്നത് വേണമെന്ന് ഒരു വാശി പിടിക്കുകയോ ചോദിക്കുകയോ വാങ്ങിയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അത് തന്നെയാണ് ഏട്ടൻ്റെ ജീവിതത്തിലോട്ടും ഞാൻ വന്നപ്പോൾ ഏട്ടൻ്റെ അടുത്തായാലും ഏട്ടൻ എന്താണോ വാങ്ങിത്തരുന്നത് അത് തന്നെ മതി, അല്ലാണ്ട് ഇന്നത് വേണമെന്നൊന്നും വാശി പിടിക്കാറില്ല. അങ്ങനെ കൂടെ ഡ്രസ്സ് വാങ്ങാൻ സാധനങ്ങളൊന്നും വാങ്ങാറ് എന്തെങ്കിലും ഓണം അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ബർത്ത്ഡേ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് വാങ്ങാറുള്ളത്. പിന്നെ റെഡി ക്യാഷ് കൂടുതലും ഷോപ്പിലൊന്നും അങ്ങനെ പോയി വാങ്ങാറൊന്നുമില്ല. പിന്നെ വല്ല ഇൻസ്റ്റാൾമെൻ്റായിട്ട് കുറേശ്ശെയായിട്ട് കൊടുക്കണം. അങ്ങനെ ചേച്ചിമാരൊക്കെ വീട്ടിൽ ഡ്രസ്സൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാറുണ്ട്. അത് കുറേശ്ശെയായിട്ട് കൊടുത്ത് തീർക്കാറുമുണ്ട്. അല്ലാണ്ട് അങ്ങനെയൊന്നും വാങ്ങാറില്ല. പിന്നെ ചെരുപ്പ് മേടിക്കാൻ പോയത് ഞാനും ഏട്ടനും കൂടിയിട്ടാണ് ചെരുപ്പ് മേടിക്കാൻ പോയത്. അവിടെ ചെരുപ്പ് എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇതിലേതാ വേണ്ടതെന്ന്. 2-3 ചെരുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേതാ ഇഷ്ടപ്പെട്ടെന്ന് സെലക്ട് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ഇടുന്ന ആളുടെ ഇഷ്ടമാണ് നോക്കേണ്ടത്, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഏട്ടനെ ശല്യപ്പെടുത്തി ഇങ്ങനെ കുത്തി ചോദിച്ചപ്പോൾ ഏട്ടന് ദേഷ്യം വന്നു. അത് അപ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ. നീ വരുന്നുണ്ടോ, വേഗം സെലക്ട് ചെയ്തിട്ടെന്ന് ചോദിച്ചു. പിന്നത്തേക്കൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ തന്നെ ആൾ കൂളായി. പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു പ്രകൃതമാണ്. അപ്പോൾ അങ്ങനെ ഏട്ടന് അപ്പോൾ ഒരുപാട് നേരം ഷോപ്പിൽ പോയി സമയം സ്പെൻഡ് ചെയ്യുക അങ്ങനെയൊന്നും ഇഷ്ടമുള്ള കൂട്ടത്തിൽ ഉള്ള ഒരു താല്പര്യം ഉള്ള ആളല്ല. എന്തെങ്കിലും പോയാൽ കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലും വാങ്ങുക, ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മതി എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഏട്ടൻ്റെ ഷർട്ടോ പാൻറ്റോ എന്തെങ്കിലും മേടിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഷർട്ടും കൂടി നോക്കാമെന്ന് പറയുമ്പോൾ വേണ്ട ഇത് മതി, ഇത് ഇഷ്ടപ്പെട്ടു, ഇനി വേറെ നോക്കണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ അത് തന്നെ മതി എന്ന് സെലക്ട് ചെയ്ത് എടുത്ത് വരാറുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.